ഹായ് ഫ്രണ്ട്സ്, എജുപ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LP UP എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രണ്ടാമത്തെ റിവിഷൻ ക്ലാസ്സാണ് ഇന്ന്. സൈക്കോളജിയുടെ ഭാഗത്തെയും ഭരണഘടനയുടെ കുറച്ച് ചോദ്യങ്ങളുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് നോക്കാം. വ്യവഹാരവാദത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? JB വാട്സൺ ആണ്. വ്യവഹാരവാദത്തിൻ്റെ ഉപജ്ഞാതാവ് JB വാട്സൺ ആണ്. മാനസിക അപഗ്രഥനത്തിൻ്റെ ഉപജ്ഞാതാവ് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. മാനസിക അപഗ്രഥനത്തിൻ്റെ ഉപജ്ഞാതാവാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. ക്രിയാഗവേഷണത്തിൻ്റെ ഉപജ്ഞാതാവ് സ്റ്റീഫൻ M കോറി ആണ്. ക്രിയാഗവേഷണത്തിൻ്റെ ഉപജ്ഞാതാവ് സ്റ്റീഫൻ M കോറി. ക്രമീകൃത പഠനത്തിൻ്റെ അല്ലെങ്കിൽ പ്രോഗ്രാംഡ് ലേണിങ്ങിൻ്റെ ഉപജ്ഞാതാവ് സ്കിന്നറാണ്. ക്രമീകൃത പഠനത്തിൻ്റെ ഉപജ്ഞാതാവ് സ്കിന്നറാണ്. വ്യവഹാരവാദത്തിൻ്റെ ഉപജ്ഞാതാവ് JB വാട്സൺ. മാനസിക അപഗ്രഥനത്തിൻ്റെ ഉപജ്ഞാതാവ് സിഗ്മണ്ട് ഫ്രോയിഡ്. ക്രിയാഗവേഷണത്തിൻ്റെ ഉപജ്ഞാതാവ് സ്റ്റീഫൻ M കോറി. ക്രമീകൃത പഠനത്തിൻ്റെ ഉപജ്ഞാതാവ് സ്കിന്നറാണ്. IQ വളരെ കൂടുതലും IQ സാധാരണയിലും കുറവുള്ള കുട്ടികളെയാണ് അസാമാന്യ ശിശുക്കൾ എന്ന് പറയുന്നത്. IQ വളരെ കൂടുതലായാലും IQ സാധാരണയിലും കുറവുള്ള കുട്ടികളെയും അസാമാന്യ ശിശു അല്ലെങ്കിൽ എക്സെപ്ഷണൽ ചിൽഡ്രൻ എന്ന് പറയും. ദേ ആർ നോട്ട് നോർമൽ. 8 തരത്തിലാണ് അസാമാന്യ ശിശുക്കൾ ഉള്ളത്. പ്രതിഭാശാലികൾ അല്ലെങ്കിൽ ഗിഫ്റ്റഡ് ചിൽഡ്രൻ, സർഗപരിധിയുള്ള ശിശു അല്ലെങ്കിൽ ക്രിയേറ്റീവ് ചൈൽഡ്, പിന്നോക്കം നിൽക്കുന്ന ശിശു അല്ലെങ്കിൽ സ്ലോ ലേണർ, ശേഷിക്കൊത്ത നേട്ടം കൈവരിക്കാത്ത ശിശു അല്ലെങ്കിൽ അണ്ടർ അച്ചീവർ, മാനസിക മാന്ദ്യമുള്ളവർ അല്ലെങ്കിൽ മെൻ്റലി റിട്ടാർഡഡ് ചിൽഡ്രൻ, ശാരീരിക വൈകല്യമുള്ളവർ അല്ലെങ്കിൽ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ്, സാംസ്കാരിക പ്രതികൂലമുള്ളവർ അല്ലെങ്കിൽ കൾച്ചറൽ ഡിസഡ്വാൻറ്റേജ്ഡ് ചിൽഡ്രൻ, കുറ്റവാസനയുള്ളവർ. ഇങ്ങനെ 8 വിഭാഗത്തിൽ വരുന്നവരാണ് അസാമാന്യ ശിശുക്കൾ എന്ന് പറയുന്നത്. പ്രതിഭാശാലികൾ അല്ലെങ്കിൽ ഗിഫ്റ്റഡ് ചിൽഡ്രന് IQ ലെവൽ 130 മുകളിൽ ഉണ്ടായിരിക്കും. IQ ലെവൽ 130 മുകളിലുള്ള കുട്ടികളെയാണ് പ്രതിഭാശാലികൾ അല്ലെങ്കിൽ ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. ഇവർക്ക് വേണ്ടിയാണ് സ്പെഷ്യൽ സ്കൂളുകളും സെപ്പറേറ്റഡ് സ്കൂളുകളും നടത്തുന്നത്. അടുത്തത് മെഷർമെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ വ്യക്തിത്വ മാപിനികളാണ്. വ്യക്തിത്വ മാപിനികളാണ് ചോദ്യാവലി, ഇൻവെൻ്ററികൾ, വിക്ഷേപണ തന്ത്രങ്ങൾ. ചോദ്യാവലിയിൽ പരീക്ഷൻ തന്നെ മറുപടി നൽകുന്ന രീതിയാണ്. പരീക്ഷൻ തന്നെ മറുപടി നൽകുന്ന രീതിയാണ് ചോദ്യാവലിയിൽ ഉള്ളത്. ഇൻവെൻ്ററിയിൽ ചോദ്യാവലിക്ക് സമാനമാണ്, എന്നാൽ 2 വ്യത്യാസമാണുള്ളത്. ചോദ്യാവലിയിൽ ഏത് വിവരവും ചോദിക്കാം. ഇൻവെൻ്ററിയിൽ വ്യക്തിയെയും വ്യക്തിത്വത്തെയും കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക. ചോദ്യാവലിയിൽ ഏത് വിവരവും ചോദിക്കാം, എന്നാൽ ഇൻവെൻ്ററിയിൽ വ്യക്തിയെയും വ്യക്തിത്വത്തെയും കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക. ചോദ്യാവലിയിൽ 2ാം വ്യക്തിയായിട്ടാണ് ചോദിക്കുന്നത്. അതായത് ഒരു കാര്യം പറഞ്ഞ് അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കുന്നത് അതിനൊരു ഉദാഹരണമാണ്. 2ാം വ്യക്തിയായിട്ടാണ് ചോദ്യാവലിയിൽ ചോദിക്കുന്നത്. ഇൻവെൻ്ററിയിലാണെങ്കിൽ സ്വയം ചോദിക്കുന്നതാണ്. നമ്മളോട് തന്നെ ചോദിക്കുന്നതാണ് ഇൻവെൻ്ററിയിലെ ചോദ്യങ്ങൾ. 3ാമത്തെ വ്യക്തിത്വ മാപിനിയാണ് വിക്ഷേപണ തന്ത്രങ്ങൾ അല്ലെങ്കിൽ പ്രൊജക്റ്റീവ് ടെക്നിക്ക്. വ്യക്തിത്വ മാപനത്തിനും പഠനത്തിനുമായി ഉപയോഗിക്കുന്നതാണ് ഇൻവെൻ്ററികൾ. വ്യക്തിത്വ മാപനത്തിനും പഠനത്തിനുമായി ഉപയോഗിക്കുന്നവയാണ് ഇൻവെൻ്ററികൾ. ഇൻവെൻ്ററികൾക്ക് ഉദാഹരണമാണ് പേഴ്സണൽ ഡാറ്റ ഷീറ്റ്, മിന്നസോട്ട മൾട്ടി ഫേസിക് പേഴ്സണാലിറ്റി ഇൻവെൻ്ററി, അസെൻഡൻസ് സബ്മിഷൻ റിയാക്ഷൻ സ്റ്റഡി, എയ്സെങ് പേഴ്സണാലിറ്റി ഇൻവെൻ്ററി. ഇൻവെൻ്ററികളാണ് പേഴ്സണൽ ഡാറ്റ ഷീറ്റ്, മിന്നസോട്ട മൾട്ടി ഫേസിക് പേഴ്സണാലിറ്റി ഇൻവെൻ്ററി, അസെൻഡൻസ് സബ്മിഷൻ റിയാക്ഷൻ സ്റ്റഡി, എയ്സെങ് പേഴ്സണാലിറ്റി ഇൻവെൻ്ററി. പേഴ്സണൽ ഡാറ്റ ഷീറ്റ് അല്ലെങ്കിൽ PDS ആവിഷ്കരിച്ചത് RS വുഡ്വർത്ത് ആണ്. RS വുഡ്വർത്ത് ആവിഷ്കരിച്ചതാണ് PDS അല്ലെങ്കിൽ പേഴ്സണൽ ഡാറ്റ ഷീറ്റ്. RS വുഡ്വർത്ത് തന്നെയാണ് PDS എന്ന് പേര് നൽകിയിട്ടുള്ളത്. PDSൽ 116 ഇനങ്ങളാണ് ഉള്ളത്. PDSൽ 116 ഇനങ്ങളുണ്ട്. ചെക്ക് മാർക്കായിട്ടാണ് മറുപടി നൽകേണ്ടത്. yes or no ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിലേതാണെന്ന് വെച്ചാൽ ടിക്കിട്ടാൽ മതി. ഏറ്റവും വലിയതും പ്രസിദ്ധമായ വ്യക്തിത്വ ഇൻവെൻ്ററിയാണ് MMPI അല്ലെങ്കിൽ മിന്നസോട്ട മൾട്ടി ഫേസിക് പേഴ്സണാലിറ്റി ഇൻവെൻ്ററി. ഇതിൽ 550 ഇനങ്ങളാണ് ഉള്ളത്. MMPIയിൽ 550 ഇനങ്ങളാണ് ഉള്ളത്. ഓരോ ഇനവും പ്രത്യേക കാർഡിലാണ് കൊടുത്തിട്ടുണ്ടാവുക. അടുത്തത് ASRS അല്ലെങ്കിൽ അസെൻഡൻസ് സബ്മിഷൻ റിയാക്ഷൻ സ്റ്റഡി കൊണ്ടുവന്ന വ്യക്തി GW ആൽപോർട്ട് ആണ്. ASRS ആവിഷ്കരിച്ചത് GW ആൽപോർട്ട് ആണ്. വ്യക്തിത്വ സവിശേഷത പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ASRS. ബഹിർമുഖത, അന്തർമുഖത എന്നിവ മനസ്സിലാക്കാനും ഇത് ഉപയോഗിക്കുന്നുണ്ട്. സാമൂഹിക ബോധവും ഏകാന്തതാ ബോധവും അളക്കാനും ASRS ഉപയോഗിക്കുന്നു. അതീശത്വം, വിധേയത്വം എന്നിവ അളക്കാൻ പറ്റിയ രീതിയിൽ ആവിഷ്കരിച്ചതാണ് ASRS. നാഡീ വൈകല്യ പ്രവണതകൾ അളക്കാൻ ഉപയോഗിക്കുന്നതാണ് EPI അല്ലെങ്കിൽ ഐസെങ് പേഴ്സണാലിറ്റി ഇൻവെൻ്ററി. നാഡീ വൈകല്യ പ്രവണതകൾ അളക്കാൻ ഉപയോഗിക്കുന്നതാണ് EPI. ഐസെങ് ആണിത് ആവിഷ്കരിച്ചത്.
ആവിഷ്കരിച്ചിട്ടുള്ളത്. വ്യക്തിത്വത്തിന് സ്ഥിരത, അസ്ഥിരത, അന്തർമുഖത്വം, ബഹിർമുഖത്വം ഈ 2 മാനങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന സങ്കല്പത്തിലാണ് EPI ആവിഷ്കരിച്ചിട്ടുള്ളത്. വിക്ഷേപണ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വ്യക്തികളുടെ അടിച്ചമർത്തിയ ആഗ്രഹങ്ങളും ഭയങ്ങളും പ്രതീക്ഷകളുമെല്ലാം അബോധമായി വെളിപ്പെടുന്നു. വിക്ഷേപണ തന്ത്രങ്ങളിൽ ആദ്യത്തേതാണ് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് അല്ലെങ്കിൽ മഷിരൂപങ്ങൾ. ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് കൊണ്ടുവന്ന വ്യക്തി ഹെർമൻ റോഷെയാണ്. ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് അല്ലെങ്കിൽ മഷിരൂപങ്ങൾ ആവിഷ്കരിച്ചത്. ചിത്രങ്ങൾ കൊടുത്തുകൊണ്ട് ചോദ്യം ചോദിക്കുന്ന രീതിയാണ് ഇതിൽ നടപ്പിലാക്കുന്നത്. 10 കാർഡുകളാണുള്ളത്. 5 എണ്ണം കറുപ്പും വെളുപ്പും കലർന്നതാണ്. 3 എണ്ണം കറുപ്പും വെളുപ്പും ചാര നിറത്തിലുള്ളതും 2 എണ്ണം കറുപ്പും വെളുപ്പും മറ്റ് നിറത്തിലുള്ളതുമാണ്. ദ്വിപാർശ്വ സാദൃശ്യം അല്ലെങ്കിൽ ബൈലാറ്ററൽ സിമെട്രിയുള്ള ചിത്രങ്ങളാണ് 10 കാർഡിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത വിക്ഷേപണ തന്ത്രമാണ് ടാറ്റ് അല്ലെങ്കിൽ തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ ടാറ്റ്. ഇത് ഡെവലപ്പ് ചെയ്തത് മോർഗനും മുറേയും ചേർന്നാണ്. 1935 മോർഗനും മുറേയും ചേർന്ന് ടാറ്റ് വികസിപ്പിച്ചത്. ഇതിൽ 20 ചിത്രങ്ങളാണ് ഉള്ളത്. ടാറ്റിൽ 20 ചിത്രങ്ങളാണുള്ളത്. ചിത്രത്തിലെ സന്ദർഭങ്ങളെ ആധാരമാക്കിക്കൊണ്ട് ഓരോ വ്യക്തിയോടും കഥ പറയാനായിട്ട് ആവശ്യപ്പെടും. ഈ കഥ പറയുന്ന സമയത്ത് പരീക്ഷൻ തന്നെ സ്വയം കഥാപാത്രമായി മാറി അതിലൂടെ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം പുറത്തു വരുന്നത്. അടുത്ത വിക്ഷേപണ തന്ത്രമാണ് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ വാറ്റ്. ഇത് ഡെവലപ്പ് ചെയ്തത് CG യുങ് ആണ്. വ്യവഹാര വൈകല്യങ്ങൾ കണ്ടെത്താനായിട്ട് CG യുങ് ആവിഷ്കരിച്ചതാണ് വാറ്റ് അല്ലെങ്കിൽ വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. വ്യക്തിത്വ സൂചകങ്ങളായിട്ടുള്ള പദങ്ങൾ കാണിക്കുകയോ പറഞ്ഞു കേൾപ്പിക്കുകയാണ് ഇതിൽ ചെയ്യുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വ്യക്തിത്വത്തെ അന്തർമുഖമെന്നും ബഹിർമുഖമെന്നും ഉഭയമുഖം എന്നിങ്ങനെ വിഭജിക്കുന്നത്. വിക്ഷേപണ തന്ത്രങ്ങളിൽ അടുത്തത് കാറ്റാണ്. ചിൽഡ്രൻ അപ്പർസെപ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ കാറ്റ് ഡെവലപ്പ് ചെയ്തത് ലിയോപോൾഡ് ബെല്ലാക്കാണ്. കാറ്റ് അല്ലെങ്കിൽ ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ് വികസിപ്പിച്ചെടുത്തത് ലിയോപോൾഡ് ബെല്ലാക്കാണ്. 3 മുതൽ 10 വയസ്സിനിടയിലുള്ള കുട്ടികളുടെ വ്യക്തിത്വ മാപനമാണ് കാറ്റ് എന്ന് പറയുന്നത്. മൃഗരൂപങ്ങളുള്ള 10 കാർഡുകളാണ് ഇതിൽ ഉള്ളത്. കുട്ടികൾക്ക് ഈ കാർഡുകൾ നൽകി കഥ പറയാനാണ് ആവശ്യപ്പെടുന്നത്. ഇതിലൂടെയാണ് വ്യക്തിത്വം മനസ്സിലാക്കുന്നത്. അടുത്ത വിക്ഷേപണ തന്ത്രമാണ് SCT അല്ലെങ്കിൽ സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്. ഇത് ഡെവലപ്പ് ചെയ്തത് ഹെർമൻ എബിംഗസ് ആണ്. SCT അല്ലെങ്കിൽ സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ് ഡെവലപ്പ് ചെയ്തത് ഹെർമൻ എബിംഗസ് ആണ്. ഇൻ്റലിജൻസ് ടെസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. അടുത്തത് MDT അല്ലെങ്കിൽ മാൻ ഡ്രോയിങ് ടെസ്റ്റ് അല്ലെങ്കിൽ ഡ്രോ എ പേഴ്സൺ ടെസ്റ്റ്. ഇത് കൊണ്ടുവന്നത് ഫ്ലോറൻസ് ഗുഡിനഫ് ആണ് ഡ്രോ എ പേഴ്സൺ ടെസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. കുട്ടികളുടെയും കൗമാരക്കാരുടെയും വ്യക്തിത്വം അളക്കാനാണിത് ഉപയോഗിക്കുന്നത്. അടുത്തത് ഭരണഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് മൗലിക അവകാശങ്ങളാണ്. മൗലിക അവകാശങ്ങളെക്കുറിച്ചാണ് 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. 1-ാമത്തെ ഭാഗത്ത് ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യയുടെ ഭൂപ്രകൃതിയെക്കുറിച്ചുമാണ് പറയുന്നത്. 2-ാമത്തെ ഭാഗത്ത് സിറ്റിസൺഷിപ്പിനെ കുറിച്ചും 3-ാം ഭാഗത്ത് മൗലിക അവകാശങ്ങളെക്കുറിച്ചും 4-ാമത്തെ ഭാഗത്ത് നിർദ്ദേശക തത്വങ്ങളും 4A മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത്. മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളുകൾ. 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളുകളിലാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 7 മൗലിക അവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്. 44-ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശത്തെ എടുത്തു മാറ്റിയതോടുകൂടെ നിലവിൽ 6 മൗലിക അവകാശങ്ങളാണ് ഭരണഘടനയിൽ ഉള്ളത്. സ്വത്തവകാശം നേരത്തെ ഉൾപ്പെട്ടിരുന്നത് ആർട്ടിക്കിൾ 31-ലാണ്. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിൻ്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി ഏതാണ്? ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്ന ഈ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി ഏതാണ്? രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിക്കാണ് ഇതിൽ ഇളവ് ലഭിക്കുന്നത്. ആർട്ടിക്കിൾ 361 പ്രകാരമാണ് ഈ ഇളവ് ലഭിക്കുന്നത്. ആർട്ടിക്കിൾ 361 പ്രകാരം പദവിയിലിരിക്കുന്ന രാഷ്ട്രപതി, സംസ്ഥാന ഗവർണർമാർ ഇവർക്കാണ് നിയമസമത്വത്തിൽ നിന്ന് ഇളവ് ലഭിക്കുന്നത്. ഇത് പ്രകാരം പദവിയിലിരിക്കുന്ന രാഷ്ട്രപതിക്കെതിരായിട്ടോ സംസ്ഥാന ഗവർണർമാർക്കെതിരായിട്ടോ ഒരു വിധത്തിലുള്ള ക്രിമിനൽ നടപടി എടുക്കാനും അറസ്റ്റ് ചെയ്യാനോ സാധിക്കില്ല. ആർട്ടിക്കിൾ 15-ലാണ് ജാതി, മത, വർഗ, ലിംഗ വ്യത്യാസമില്ലാതെ
എല്ലാവർക്കും തുല്യ അവസരം നൽകുന്നത്. ആർട്ടിക്കിൾ 15 ജാതി, മത, വർഗ, ലിംഗ, ജനനസ്ഥല വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തുല്യ അവസരം ഉറപ്പാക്കുന്നത്. ആർട്ടിക്കിൾ 16 പൊതു നിയമനങ്ങളിലെ അവസര സമത്വം ഉറപ്പാക്കുന്നത്. ആർട്ടിക്കിൾ 16 പറയുന്നത് പൊതു നിയമനങ്ങളിലുള്ള അവസര സമത്വമാണ്. ആർട്ടിക്കിൾ 17 അയിത്ത നിർമ്മാർജ്ജനം അല്ലെങ്കിൽ തൊട്ടുകൂടായ്മയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 18 സ്ഥാനപ്പേരുകൾ നിർത്തലാക്കുന്നതാണ്. അബോളിഷൻ ഓഫ് ടൈറ്റിൽസിനെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 18. ഒരു വ്യക്തിക്ക് സൈനികവും വിദ്യാഭ്യാസപരവുമായ മികവിനൊഴികെയുള്ള ഏതൊരു തരത്തിലുള്ള സ്ഥാനപ്പേരും നൽകുന്നത് രാഷ്ട്രം വിലക്കുന്നുണ്ട്. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 19ാമത്തെ അനുച്ഛേദം. ആർട്ടിക്കിൾ 19 6 മൗലിക സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. 19(1) ABC എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുണ്ടാവുക. എയിൽ പറയുന്നത് അഭിപ്രായ പ്രകടനത്തിനും ആവിഷ്കാരത്തിനുമുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. ബിയിലെ സമാധാനപരമായി സമ്മേളിക്കുന്നതിനുള്ള അവകാശമാണ് പറയുന്നത്. സംഘടനകൾ രൂപവൽക്കരിക്കാനുള്ള അവകാശമാണ് സിയിലുള്ളത്. ഡിയിൽ പറയുന്നത് ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശമാണ്. ഇയിൽ ഇന്ത്യയിൽ എവിടെയും സ്ഥിരതാമസമാക്കാനുള്ള അവകാശത്തെക്കുറിച്ചും ജിയിൽ ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യുന്നതിനും വ്യവസായത്തിലും കച്ചവടത്തിലും ഏർപ്പെടുന്നതിനുമുള്ള അവകാശത്തെക്കുറിച്ചാണ്. ഇതിനിടയിൽ എഫ് മാത്രം മിസ്സിംഗ് ആണ്, അത് നോട്ട് ചെയ്യുക. 44ാം ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 19(1) എഫിലുള്ള മൗലിക സ്വാതന്ത്ര്യം ഭരണഘടനയിൽ നിന്നും നീക്കം ചെയ്തത്. ആർട്ടിക്കിൾ 20 3 അവകാശങ്ങളാണ് പറയുന്നത്. കോടതികളിൽ ന്യായമായ വിചാരണ ഉറപ്പുവരുത്താനുള്ള 3 അവകാശങ്ങളെക്കുറിച്ചാണ് ആർട്ടിക്കിൾ 20 പറയുന്നത്. അതിലൊന്നാണ് ഒരേ കുറ്റത്തിന് ഒരു വ്യക്തിയെയും ഒന്നിൽ കൂടുതൽ തവണ ശിക്ഷിക്കാൻ പാടില്ല. രണ്ടാമത്തേത് ഏതൊരു മുൻകാല കുറ്റകൃത്യത്തെയും പിൽക്കാലത്തുണ്ടായ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കാനോ ശിക്ഷിക്കാനോ പാടില്ല. മൂന്നാമതായി പറയുന്നത് ഒരു വ്യക്തിയെയും അയാൾക്കെതിരായി തെളിവ് നൽകുന്നതിനായി നിർബന്ധിക്കാൻ പാടില്ല. ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം നൽകുന്നതാണ് ആർട്ടിക്കിൾ 21. ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 21(a)യിലാണ് 6 മുതൽ 14 വയസ്സിനിടയിലുള്ള കുട്ടികൾക്ക് സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണമെന്ന് പറയുന്നത്. 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികളുടെ സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21(a). ആർട്ടിക്കിൾ 22 പറയുന്നത് നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനുമെതിരെയുള്ള സംരക്ഷണത്തെക്കുറിച്ചാണ്. ആർട്ടിക്കിൾ 22 പ്രകാരമാണ് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് പറയുന്നത്. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 29 to 30 വരെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭരണഘടനയിലെ ആർട്ടിക്കിൾ 29, 30 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ്. ആർട്ടിക്കിൾ 29, 30 സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് ഏത് ആർട്ടിക്കിളാണ്? മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 32 ആണ്. ആർട്ടിക്കിൾ 32 മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്ന് അറിയപ്പെടുന്നത്. ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശമാണ്. ഒരു വ്യക്തിക്ക് മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ അത് പുനഃസ്ഥാപിക്കാനായി സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ നേരിട്ട് സമീപിക്കാനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 32 കൊടുക്കുന്നത്. മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെയാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 32 പ്രകാരമാണ് സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 226 പ്രകാരമാണ്. 5 തരത്തിലുള്ള റിട്ടുകളാണ് ഉള്ളത്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, കോവാറൻഡോ, സെർഷ്യറി പ്രൊഹിബിഷൻ. അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ആർട്ടിക്കിൾ 359 പ്രകാരമാണ്. അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ആർട്ടിക്കിൾ 359 പ്രകാരമാണ്. ഇന്ത്യയിൽ രാഷ്ട്രപതിക്ക് 3 തരത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ സാധിക്കും. ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം, സാമ്പത്തിക അടിയന്തരാവസ്ഥ. ആർട്ടിക്കിൾ 352 ദേശീയ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. രാഷ്ട്രപതി ഭരണം എന്നറിയപ്പെടുന്നത് സംസ്ഥാന അടിയന്തരാവസ്ഥയാണ്. ആർട്ടിക്കിൾ 356 രാഷ്ട്രപതി ഭരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 360 സാമ്പത്തിക അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്നത്. സായുധ
കലാപം ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ വിദേശ ആക്രമണം, യുദ്ധം, ഈ സാഹചര്യങ്ങളിലാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. സായുധ കലാപം, വിദേശ ആക്രമണം, യുദ്ധം, ഈ അവസരങ്ങളിലാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. വിദേശാക്രമണം, യുദ്ധം എന്നീ സാഹചര്യത്തിലാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതെങ്കിൽ 19-ാം വകുപ്പിൽ പ്രതിപാദിച്ചിരിക്കുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് സസ്പെൻഡ് ആകും. ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 358-ലാണ്. ആർട്ടിക്കിൾ 359-ൽ പറയുന്നത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്ത് 20, 21 വകുപ്പുകൾ, ആർട്ടിക്കിൾ 20ഉം 21 ഒഴികെയുള്ള മൗലിക അവകാശങ്ങളെല്ലാം റദ്ദ് ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് ഉണ്ട്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. എത്രത്തോളം യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾ കമൻറ്റിലൂടെ തന്നെ അറിയിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക്